إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل أرأيتم إن جعل الله عليكم الليل سرمدا إلى يوم القيامة من إله غير الله يأتيكم بضياء أفلا تسمعون. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഒരു വസിയ്യത്ത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ പല അനുഗ്രഹങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് അതിന്റെ ഉപകാരപ്രദമായ വശമാണെങ്കിൽ മറ്റൊന്ന് അതിന്റെ ഉപദ്രവകരമായ മറ്റൊരു മേഖലയാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ അത് മനസ്സിലാകും. നമുക്കറിയാം, മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന്റെ തന്നെ ആധാരമാണ് വെള്ളം. അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണല്ലോ. ആ വെള്ളം ആവശ്യത്തിന് നമുക്ക് ലഭിക്കുമ്പോൾ അതൊരനുഗ്രഹമായി മാറും. എന്നാൽ ആവശ്യത്തിലധികം മഴ വർഷിക്കുകയും ഭൂമിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുകയും ചെയ്യുമ്പോൾ മനുഷ്യനും ജീവജാലങ്ങൾക്കുമൊക്കെ അത് പ്രയാസകരമായ ഒരവസ്ഥയുണ്ടാകും. ഏത് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും ഈ ഒരു രണ്ട് വശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നോക്കൂ, നിങ്ങൾ രാവും പകലും വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ കഴിവിന്റെ സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ അത്ഭുതകരമായ ഉദാഹരണങ്ങളാണ്. മനുഷ്യൻ അതിലൂടെ ധാരാളം പ്രയോജനങ്ങളുണ്ട്. പകലുണ്ടാകുമ്പോഴാണ് നമുക്ക് അധ്വാനിക്കുവാനും നമ്മുടെ ജീവിത മാർഗം തേടിപ്പിടിക്കുവാനും നമ്മുടേതായ ജീവിതത്തിന്റെ നന്മകൾക്ക് ഉപയോഗപ്പെടുത്തുവാനും ഒക്കെ പകൽ വലിയ അനുഗ്രഹമാണ്. രാത്രി നമുക്ക് വിശ്രമിക്കുവാനും റെസ്റ്റ് എടുക്കുവാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ് രാവ്. എന്നും രാവാണെങ്കിൽ എന്നും രാത്രിയാണെങ്കിൽ പ്രകാശമില്ലാതെ മനുഷ്യൻ പ്രയാസപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നും പകലാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലൂടെ അതിനെ സംബന്ധിച്ച് ആ വലിയ അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ അല്ലാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും, പറയൂ നബിയെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ശാശ്വതമായി നിങ്ങൾക്ക് അല്ലാഹു രാത്രിയെ നിശ്ചയിക്കുകയാണെങ്കിൽ പകലിനെ തന്നെ തരുന്നില്ല. ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദാ എന്നാ പറഞ്ഞത്. ശാശ്വതമായി അല്ലാഹു രാത്രിയെ നിശ്ചയിച്ചു നിങ്ങൾക്ക് ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ. അല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, ഏതൊരു ആരാധ്യനാണ് അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്കുള്ളത്? യഅതീകും ബിദിയാഹിൻ, നിങ്ങൾക്ക് പ്രകാശത്തെ തരാൻ, പ്രകാശം കൊണ്ടുവരാൻ മറ്റു വല്ല ആരാധ്യന്മാരുമുണ്ടോ? അഫലാ തസ്മഊൻ, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ ജനങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇതേപോലെ തന്നെ തുടർന്നും അല്ലാഹു ഓരോ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. സൂറത്തുൽ ഖസസിൽ 71 മുതൽ 73 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് രണ്ട് വശമുണ്ട്. അപ്പൊ അല്ലാഹു നമുക്ക് പകല് നൽകി. ആ പകൽ എങ്ങനെയാ ഉണ്ടാകുന്നത്? സൂര്യന്റെ പ്രകാശം ഉണ്ടാകുമ്പോഴാണ് പകൽ ഉണ്ടാകുന്നത്. എന്നാൽ ആ സൂര്യന്റെ പ്രകാശം, അതിന്റെ ശക്തിയും അതിന്റെ ചൂടും കൂടിയാലോ ഈ ദുനിയാവിൽ മനുഷ്യന് പ്രയാസമുണ്ടാകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിശക്തമായ ചൂടാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പകൽ നമുക്ക് അനുഗ്രഹമാണ്, പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് സൂര്യന്റെ പ്രകാശത്തിന്റെ ചൂട് കൂടി വരികയും നമ്മളൊക്കെ ചൂടുമായി ബന്ധപ്പെട്ട് പല ആവലാദികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ചൂടിനെ സംബന്ധിച്ച് അതിശയോക്തിയോടുകൂടെ നമ്മൾ സംസാരിക്കുമായിരുന്നു, അത്ഭുതത്തോടുകൂടെ അതിനെക്കുറിച്ച് നമ്മൾ പലതും പറയുമായിരുന്നു. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന അതേ ചൂട് ഇന്ന് നമ്മൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികളെ, ഏത് വിഷയത്തെക്കുറിച്ചും ഇസ്ലാമിന് പാഠങ്ങൾ നൽകാനുണ്ട്, സന്ദേശങ്ങൾ നൽകാനുണ്ട്. അതുകൊണ്ട് നാം അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്നുള്ള നിലക്ക് നമ്മൾ ചൂടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ആ വിഷയത്തിൽ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്, ഓരോന്ന് അക്കമിട്ട് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോന്നും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്നാമതായി നമ്മൾ ഈ മേഖലയിൽ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ചൂടിനെ കുറിച്ച് പല ആവലാദികളും പറയുമ്പോഴും എന്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളും ഞാനും ചിന്തിച്ചു നോക്കൂ. എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ റഹ്മത്തായ മഴയ്ക്ക് വേണ്ടി നമ്മൾ സ്വന്തമായി എപ്പോഴെങ്കിലും ഒന്ന് റബ്ബിനോട് ചോദിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? സ്വന്തം മനസ്സിനോട് ചോദിച്ചാൽ മതി. അല്ലാഹുവേ, ഈ കഠിനമായ ചൂട് ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് മഴ നൽകണമേ. മനുഷ്യരും ജീവജാലങ്ങളും അതുപോലെ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ മഴയില്ലാതെ വരൾച്ച ബാധിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്റെ അനുഗ്രഹമായ മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു മാനസികാവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ആവലാതെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു മേഖലയാണത്. പറയൂ നബിയേ, ഖുൽ മാ യഅബഉ ബികും റബ്ബീ ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് പ്രാർത്ഥന പ്രധാനമാണ്. ആവലാതിയും പരാതിയും പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഓ മനുഷ്യരെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ദരിദ്രരാണ്, അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അതുകൊണ്ട് വളരെ എളിമയോടെ വിനയത്തോടെ അവനിലേക്ക് കൈമലർത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും റബ്ബിനോട് അവന്റെ അനുഗ്രഹത്തിന് വേണ്ടി തേടണം. ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ നാഫിഅൻ ഗൈറ ദാരിൻ ആജിലൻ ഗൈറ ആജിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഇസ്ഖിനാ ഗൈസൻ മുഗീസാ, ഞങ്ങൾക്ക് നീ മഴ നൽകണമേ റബ്ബേ. നാഫിഅൻ ഗൈറ ദാർ, ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴ, ഒരിക്കലും ഉപദ്രവകരമായതല്ല. ആജിലൻ ഗൈറ ആജിൽ,
വേഗത്തിൽ തന്നെ സാവകാശത്തിൽ പോരാ, ഞങ്ങളിപ്പോൾ അതിന് ആവശ്യക്കാരാണ്. അതുകൊണ്ട് വേഗത്തിൽ ധൃതിയോടെ നിന്റെ അനുഗ്രഹമാകുന്ന മഴ നീ ഞങ്ങൾക്ക് നൽകണമേ. ഇത് സഹാബത്തിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഒന്നാമത്തെ പാഠം നമ്മൾ പ്രാർത്ഥിക്കണമെന്നത് തന്നെയാണ്. രണ്ടാമതായി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ചൂട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ഓരോരുത്തരും പാലിക്കുക എന്നത് മറ്റുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മുസ്ലിമാണ്. കാരണം എന്തെന്നോ, സ്വന്തം ശരീരത്തിന് ഉപദ്രവകരമായ ഒരു കാര്യവും വരുത്താൻ ഒരു മുസ്ലിമിന് പാടില്ല എന്ന് ഗൗരവത്തോടെ പഠിപ്പിച്ച അതിമനോഹരമായ ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മളെല്ലാവരും. സ്വന്തം ശരീരത്തിനോ അതല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യകരമായ ഏതെങ്കിലും മേഖലയിൽ ഉപദ്രവമുണ്ടാക്കുന്നതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ആരോഗ്യ വകുപ്പ് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ചൂടുകാലത്ത് നൽകുന്നത് അത് ശ്രദ്ധിക്കണം. വെള്ളം ധാരാളം കുടിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പാലിച്ചേ പറ്റൂ. നിന്റെ സ്വന്തം ശരീരത്തോട് മനുഷ്യ നിനക്ക് ബാധ്യതയുണ്ട്. നീ ഒരിക്കലും നിന്റെ കൈ കൊണ്ടോ ഈ നാശത്തിൽ കൊണ്ടുപോയി ഇടരുത് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പാലിക്കണം. വെള്ളം കുടിക്കണം. അതേപോലെ ചൂടത്ത് ഇറങ്ങി നടക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാൻ പാടില്ല. ചൂട് കൂടുമ്പോൾ ജാഗ്രത പുലർത്തണം. അതിന് നിങ്ങൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ അതിനുള്ള മുൻകരുതലുകൾ ഉണ്ടാകണം എന്ന് ഡോക്ടർമാര് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് പ്രശ്നമില്ല, എന്നൊന്നും അത് ബാധിക്കൂല എന്ന നിലയ്ക്ക് ഒരു നാശത്തിലേക്ക് എടുത്തു ചാടാൻ നമുക്ക് പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ കുറ്റക്കാരാണ്. അതാണ് നമ്മുടെ ദീനിന്റെ പ്രത്യേകത. രണ്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൂടുകാലമാണ്. നമുക്കറിയാമല്ലോ, വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന കാലമാണ്. വെള്ളത്തിന് ക്ഷാമം നേരിടുമ്പോൾ നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അതെന്താണ്? ദാഹിച്ചു വലഞ്ഞ ഒരു മനുഷ്യന്, വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യന് വെള്ളം കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും വലിയ അല്ലാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന വലിയ ഒരു കർമ്മമാണ്. നമ്മുടെ കിണറ്റിൽ നിന്ന് തൊട്ടടുത്തുള്ള വെള്ളമില്ലാത്ത ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയണം. സാധാരണ മലയാളിയുടെ ഒരു മനസ്സെന്താന്ന് ചോദിച്ചാൽ, വെള്ളമില്ലാതെ ക്ഷാമം നേരിടുന്ന സമയത്ത് വെള്ളം കൊടുക്കൂല അല്ലേ? അടുത്ത കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയും. എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? വെള്ളം എടുത്തു കഴിഞ്ഞാൽ വെള്ളം തീരും, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടേണ്ടി വരുമെന്ന സ്വാർത്ഥ ചിന്ത പല ആളുകളെയും നയിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വിശ്വാസികളായ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഒരാൾക്ക് ദാഹിച്ചു വലഞ്ഞ ഒരു മനുഷ്യന്, ദാഹിച്ചു വലഞ്ഞ ഒരാൾക്ക്, വെള്ളം ആവശ്യമുള്ള ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു പുണ്യമാണല്ലോ അത്. എനിക്ക് അവസരം ലഭിച്ചല്ലോ. ആ ഒരു പുണ്യകർമ്മത്തിന് എന്റെ റബ്ബ് എനിക്ക് നൽകുന്ന പ്രതിഫലം അപാരമാണല്ലോ എന്ന് ചിന്തിച്ച് അൽഹംദുലില്ല പറയാൻ നമുക്ക് സാധിക്കണം. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇന്ന ഉമ്മീ മാതത്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, എന്റെ ഉമ്മ മരിച്ചുപോയി. അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട് നബിയേ, അഫ അതസദ്ദഖു അൻഹാ, എന്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ വല്ല ദാനവും ചെയ്യണോ നബിയേ? സ്വഹീഹായ ഹദീസിലുള്ളതാണ്. എന്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ വല്ല സ്വതക്കയും നൽകണോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നഅം, അതേ, എന്താ സംശയം, ചെയ്യണം. ഉമ്മാക്ക് വേണ്ടി ദാനം ചെയ്യണം. പലരും അഹ്ലുസുന്നത്തിനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്ത്? അവർക്ക് മാതാപിതാക്കൾ മരിച്ചു പോയാൽ പിന്നെ ഒന്നുമില്ല, സാധാരണ ഒരു ജീവിയെ കൊണ്ടുപോയി കുഴിച്ചു മൂടി പോരുന്നത് പോലെ പോരലാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. തെറ്റിദ്ധാരണയാണത്. തെറ്റിദ്ധാരണയാണ് പ്രചരിപ്പിക്കുന്നത്. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ മക്കൾ അവർക്ക് വേണ്ടി ദാനം ചെയ്താൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. കാരണം അവരുടെ അമലിൽപ്പെട്ടത് തന്നെയാണ് മക്കൾ എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ സംശയം, ചെയ്യണം, നിന്റെ ഉമ്മക്ക് വേണ്ടി ദാനം ചെയ്യണം. അപ്പൊ സഹാബിക്കൊരു സംശയം, ഫഅയ്യു സ്വദഖത്തി അഫ്ളൽ, ഏത് സ്വതക്കയാണ് നബിയെ ഏറ്റവും അഫ്ളലായ സ്വതക്ക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ?
എന്ത് സ്വതക്ക അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുത്തത് കേട്ടോളീം. സുഖയുൽ മാ, വെള്ളം കുടിപ്പിക്കലാണ്, ദാഹിച്ചവന് വെള്ളം നൽകലാണ് ഏറ്റവും വലിയ സ്വതക്ക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അത് കൊണ്ടു. മഹാനായ സ്വഹാബി വേഗം പോയി മദീനയിൽ ദാഹജലത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വെള്ളമെടുക്കാനുള്ള ഒരു വെള്ള സംവിധാനം മദീനയിൽ ആ സ്വഹാബി ഏർപ്പാട് ചെയ്തു. പിന്നീട് ചരിത്രത്തിൽ കാണാം, ആളുകൾ ആ വെള്ള സംവിധാനത്തെ, ആ വെള്ളമെടുക്കുന്ന സംവിധാനത്തെ ചൂണ്ടി പറയുമായിരുന്നു. സഅദിന്റെ കുടുംബം മദീന നിവാസികൾക്ക് വേണ്ടി വെള്ളമെടുക്കാൻ വേണ്ടി, ഉമ്മക്ക് വേണ്ടി സ്വതക്ക ചെയ്ത സംവിധാനമാണിത് എന്ന് ചരിത്രത്തിൽ ആളുകൾ അതിനെ വിളിക്കുമാറ് ഒരു വെള്ളത്തിന്റെ സംവിധാനം അവിടെ ചെയ്തു വെച്ചത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പഠിക്കണം നമ്മൾ പാഠം. അതുകൊണ്ട് മരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു കിണർ എവിടെങ്കിലും കുഴിച്ചു കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മുടെ ഖബറിലേക്ക് അറ്റമില്ലാതെ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ഒരു സംവിധാനമാണ്. അതൊക്കെയാണ് ഈ ചൂടുകാലത്ത് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ കിണറ്റിന് അയൽവാസിക്ക് ഒരു പൈപ്പ്, ഒരു ടാപ്പ് ഇട്ട് കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ ഗൾഫ് നാടുകളിലൊക്കെ പോയി നോക്കിയാൽ അറിയാം, അവിടെ പാർക്കുകളിലൊക്കെ ചില മനുഷ്യന്മാര് എക്സസൈസ് ചെയ്യുന്നവർക്ക് വേണ്ടിയൊക്കെ വെള്ളം കൊണ്ടുപോയി വെച്ചത് കാണാൻ കഴിയും. എന്ത്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെള്ളത്തിന്റെ ബോട്ടിലുകൾ വാങ്ങി ആളുകൾ നടക്കുന്ന ദാഹിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ഒരു കുപ്പി എടുത്ത് കുടിക്കട്ടെ, അതെന്റെ ഖബറിലേക്ക് വലിയ പ്രതിഫലമാണല്ലോ സുബ്ഹാനല്ലാഹ് ലഭിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് അവർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമതായി എന്ത് ഞാൻ പറഞ്ഞത്, വെള്ളം കൊടുക്കാൻ കഴിയാന്നുള്ളതാണ് ഈ ചൂടുകാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ മനുഷ്യർക്ക് മാത്രം പോരാ, നമ്മുടെ ചുറ്റും ദാഹിക്കുന്ന നമ്മെ പോലെയുള്ള ജീവജാലങ്ങളുണ്ട്, അവർക്കും വെള്ളം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്, അല്ലെ? നമുക്ക് വെള്ളം ചിലപ്പോ കിണറ്റിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ടാപ്പിൽ നിന്ന് കിട്ടും, മറ്റു സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുടിക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ വീടിന്റെ ഓരങ്ങളിൽ ചുട്ടുകൊള്ളുന്ന നമ്മുടെ പരിസരങ്ങളിൽ ആ വൃക്ഷങ്ങളിലൂടെ പാറിപ്പറക്കുന്ന പറവകൾക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടും? പ്രത്യേകിച്ച് എവിടെയും വെള്ളമില്ലെങ്കിൽ. അതുകൊണ്ട് വീടിന്റെ ഒക്കെ സമീപത്ത് ഒരു ചെറിയ പാത്രത്തിൽ ദാഹിക്കുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യമാണ്. എന്താ ഇസ്ലാം പഠിപ്പിച്ചത്? ഇസ്ലാം ജീവജാലങ്ങളോട് കാരുണ്യം ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച കാരുണ്യത്തിന്റെ ദീനാണ് നമ്മുടെ ദീന്. ഇതൊക്കെ നമ്മുടെ മതമല്ലാതെ വേറെ എവിടെയും ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ മുസ്ലിമീങ്ങൾ ഇതിനൊക്കെ മാതൃക നൽകുന്നവരാകണം. അപ്പോ പറവകൾക്കൊക്കെ വെള്ളം വെച്ചു കൊടുത്താൽ വലിയ പ്രതിഫലം, അല്ലേ? ദാഹിക്കുന്ന നായക്ക് വെള്ളം കൊടുത്തപ്പോ ആ മനുഷ്യര് സ്വർഗമുണ്ടെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല്? ദാഹിച്ചു വലഞ്ഞ് വെള്ളത്തിന് വേണ്ടി വായ കപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു നായ, ആ നായക്ക് ദാഹജലം നൽകിയ മനുഷ്യനെ കുറിച്ച് ഹദീസിലുള്ളത് ഇങ്ങനെയാണ്: ഫസഖൽ ഖൽബ ഫശഖറല്ലാഹു ലഹു ഫഗഫറ ലഹു. എന്താ പറഞ്ഞത്? ഫസഖൽ ഖൽബ, നായയെ വെള്ളം കുടിപ്പിച്ചു. അപ്പൊ എന്താ ചെയ്തതെന്നറിയോ? ഫശഖറല്ലാഹു ലഹു, ആ മനുഷ്യനോട് മലിക്കുൽ ജബ്ബാറായ റബ്ബ് നന്ദി കാണിക്കുകയായിരുന്നു. അല്ലാഹ് അയാളോട് നന്ദി കാണിച്ചു. അവസാനിച്ചില്ല, ആ മനുഷ്യന്റെ പാപങ്ങൾ അഖിലവും അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. നമ്മുടെ പാപങ്ങൾ പുറത്തുതരും. നമ്മുടെ വീടിന്റെ ഓരോരത്ത് ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തോ, നിയ്യത്ത് നന്നായാൽ മതി. ആ ഓരോ പക്ഷിയും അതിൽ നിന്ന് വെള്ളത്തുള്ളികൾ കുടിച്ച് ദാഹം തീർക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രതിഫലത്തിന് വലിയ അവസരമാണ്, വലിയ ചാൻസ് ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഇസ്ലാമി മേഖലയിൽ ചൂടുകാലത്ത് ശ്രദ്ധിക്കാൻ പറഞ്ഞ മറ്റൊരു കാര്യം, ചില ആളുകൾക്ക് വിയർപ്പ് കൂടുതലുണ്ടാവും. ചില ആളുകളുടെ മനുഷ്യ സഹജമാണല്ലോ വിയർപ്പ്. ചിലപ്പോ ദുർഗന്ധം ഉള്ള വിയർപ്പുണ്ടാകുന്ന ആളുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് ആ വിയർപ്പിന്റെ ദുർഗന്ധം ഉണ്ടാകുമ്പോൾ പ്രയാസം ഉണ്ടാവും. അപ്പൊ അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഇല്ലാതിരിക്കണം, ഉണ്ടാക്കരുത്. ഇപ്പൊ സോക്സ് ആണെങ്കിൽ അത് കൂടുതൽ ദിവസം ഉപയോഗിക്കരുത്. അത് വിയർപ്പ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ സ്മെല്ല് അടിക്കും. പള്ളിയിലൊക്കെ പോകുമ്പോ ആ സോക്സ്
ഇട്ട ആള് എവിടെയാണോ നിസ്കരിച്ചത് അവിടെ സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് ദുർഗന്ധം ഉണ്ടാവും. അതേപോലെ തന്നെ പുറത്തു നിന്ന് വെയിൽ കൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോ സ്വഫിൽ നിൽക്കുമ്പോ വിയർപ്പുണ്ടാകും. അപ്പൊ ആ വിയർപ്പിന്റെ ദുർഗന്ധം മറ്റുള്ളവർക്ക് പ്രയാസകരമാകും. അതില്ലാതിരിക്കാൻ എന്തെങ്കിലും ഒരു പെർഫ്യൂമോ അത്തറോ ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന നിലയ്ക്ക്, അത് പള്ളിയിലാകട്ടെ, വീട്ടിലാകട്ടെ, കിടപ്പറയിലാകട്ടെ, മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിലാകട്ടെ, ഒരിക്കലും തന്നെ ദുർഗന്ധം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനൂ ആദം. മനുഷ്യർ ദുർഗന്ധം കൊണ്ട് പ്രയാസപ്പെടുന്നത് പോലെ മലക്കുകൾക്കും പ്രയാസമുണ്ട്. മനുഷ്യരെ മലക്കുകളും ബുദ്ധിമുട്ടുന്നു. അതുകൊണ്ട് പള്ളിയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ദുർഗന്ധമുണ്ടാക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചൂട് കൂടുമ്പോൾ ശാപവാക്കുകൾ അധികരിപ്പിക്കരുത്. മലയാളിയുടെ ഒരു ആവറേജ് സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചൂട് നല്ലോണം കൂടിയാൽ പറയും എന്തൊരു ചൂടാണ്, നശിച്ച ചൂടാണെന്ന് പറയും. മഴ വന്നാലോ 4 ദിവസം മഴ തിമിർത്ത് പെയ്താൽ പറയും നശിച്ച മഴ. പിന്നെ ഏത് ക്ലൈമറ്റ് ആണ് നമ്മുടെ ഇഷ്ടത്തിനുള്ള ക്ലൈമറ്റ് എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാക്കാനുള്ള പ്രയാസം ഉണ്ടാവും. കാരണം മഴ കൂടിയാലും പ്രശ്നമാണ്, ചൂട് കൂടിയാലും പ്രശ്നമാണ്, മഴ ഇല്ലാതെ ഇരുന്നാലും പ്രശ്നമാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പൊ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലാവസ്ഥയെ സൃഷ്ടിക്കുന്നത് അള്ളയാണ്. അള്ള തരുന്ന ഒരു കാലാവസ്ഥയെ കുറിച്ചും നമ്മൾ പഴി പറയരുത്, ശാപവാക്കുകൾ പറയരുത്. അതിലൊക്കെ റബ്ബിന് ഒരുപാട് ഹിക്മത്തുകളുണ്ട്. നമ്മെ പരീക്ഷിക്കാനാണ് ഈ നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ക്ഷമയോടെ, ഇതൊക്കെ എന്റെ നാഥന്റെ പരീക്ഷണങ്ങളാണ്, അതുകൊണ്ട് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ക്ഷമയോടെ ശാപവാക്കുകൾ പറയരുത്. ശാപവാക്കുകൾ പറയാതെ ക്ഷമയോടെ മുന്നോട്ട് പോകാൻ കഴിയണം. അവിടെ എന്തെങ്കിലുമൊക്കെ ശാപവാക്കുകൾ പറഞ്ഞാൽ അള്ളാഹുവിനെ ചീത്ത പറയുന്നതിന് തുല്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ശക്തമായ ചൂട് എന്ന് പറയുന്നത് അത് വിശ്വാസികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇത് മറ്റാർക്കുമില്ല, നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ചൂട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിച്ചത്? ശക്തമായ ചൂട് കൂടുന്നത് നരകത്തിൽ നിന്ന് വരുന്ന നിശ്വാസമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശക്തമായ തണുപ്പുണ്ടാകുന്നത് നരകത്തിന്റെ നിശ്വാസത്തിൽപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദശ്തദ്ദൽ ഹർറു, ചൂട് കൂടിയാൽ ഫഅബ്രിദു ബിസ്സലാഹ്, നിങ്ങൾ ളുഹ്ർ നമസ്കാരത്തെ ഒന്ന് പിന്തിപ്പിച്ചു കൊള്ളുക. ചില അനുവാദം നൽകിയതാണ്. ളുഹർ നട്ടുച്ചക്ക് ആളുകൾക്ക് ജമാഅത്തിന് വരാൻ പ്രയാസമാണെങ്കിൽ സൗകര്യപ്രദമായ നിലക്ക് നമസ്കാരത്തിന്റെ സമയം തെറ്റിക്കാതെ ഒന്ന് അല്പമൊക്കെ പിന്തിപ്പിക്കുന്നത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഒന്നാമത്തെ കാര്യം. 2, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, നിങ്ങൾ മനസ്സിലാക്കണം, ശക്തമായ ചൂട് എന്ന് പറയുന്നത് അത് നരകത്തിന്റെ ജ്വാലയിൽപ്പെട്ടതാണ്. നരകത്തിന്റെ അതിശക്തമായ ജ്വാലയാണ്. ശക്തമായ ചൂട് മനുഷ്യരെ, നിങ്ങൾ ഭൂമിയിൽ അനുഭവിക്കുന്ന ചൂട് നരകത്തിന്റെ ചൂടാണ്. ഒരിക്കൽ നരകം പറഞ്ഞു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമുക്കറിയാം, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഖ്ലൂഖുകളാണ് അതെല്ലാം. നരകം എങ്ങനെയാണ് സംസാരിക്കുന്നത് നമുക്കറിയില്ല. ഗൈബിയായ ലോകത്ത് നടക്കുന്നതാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞ മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വിശ്വസിക്കലാണ് നമ്മുടെ ധർമ്മം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകം ഒരിക്കൽ ഇഷ്തഖത്തിന്നാറു ഇലാ റബ്ബിഹാ, നരകം തന്റെ രക്ഷിതാവിനോട് ആവലാതി പറയുകയാണ്. ഫഖാലത്ത്, നരകം എന്താ പറഞ്ഞതെന്നറിയോ? റബ്ബി, എന്റെ നാഥ, അകല ബഅദി ബഅദാ, എന്റെ ചില ഭാഗങ്ങളെ ഞാൻ തന്നെ തിന്നു തീർക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ റബ്ബേ എന്ന് നരകം പരാതി പറഞ്ഞപ്പോൾ അല്ലാഹു നരകത്തിന് അനുവാദം നൽകി. ഫഅദിന ലഹാ ബിനഫസൈനി, നഫസിൻ ഫിശ്ശിതാഇ വനഫസിൻ ഫിസ്സൈഫി, നീ 2 നിശ്വാസങ്ങൾ പുറത്തേക്ക് വിടുക. അതൊന്ന് ശൈത്യകാലത്തും ഒന്ന് ഉഷ്ണകാലത്തുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅശദ്ദു മാ തജിദൂന ഫിൽ ഹർരി വഅശദ്ദു മാ തജിദൂന മിനസ് സംഹരീർ, ചൂടുകാലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചൂട് എന്ന് പറയുന്നത് നരകത്തിന്റെ നിശ്വാസമാണ് മനുഷ്യരെ.
അതിശക്തമായ തണുപ്പ് നിങ്ങൾ അനുഭവിക്കുമ്പോൾ അത് നരകത്തിന്റെ നിശ്വാസമാണ് ജനങ്ങളെ. അതുകൊണ്ട് ചൂടുകാലം എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? ഇതിനേക്കാൾ ശക്തമായ ചൂടാണല്ലോ നരകം. ആ നരകം ഞാൻ എങ്ങനെ സഹിക്കും? ഇവിടെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേണമെങ്കിൽ AC-യുള്ള റൂമിലേക്ക് കടക്കാം, അതല്ലെങ്കിൽ ഒരു കുട ചൂടാം, ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ ഓരത്തിൽ പോയി സൂര്യതാപത്തിൽ നിന്നോ സൂര്യന്റെ ചൂടിൽ നിന്നോ എനിക്ക് രക്ഷപ്പെടാം. പക്ഷേ നാളെ പരലോകത്ത് ചെന്നാൽ ഇതിനേക്കാൾ ശക്തമായ നരകത്തിന്റെ ചൂടില്ലേ? ആ ചൂടിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്ന് ചിന്തിക്കാൻ കാലാവസ്ഥകൾ മാറി മറിയുമ്പോൾ വിശ്വാസികൾ അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളാണ് സ്വീകരിക്കേണ്ടത്. 3 നിലക്കുള്ള ചൂടുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒന്നേതാണ്? നമ്മളെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രധാനമായും 3 ചോദ്യങ്ങളുണ്ടല്ലോ. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? മാ ഇമാമുക, നിന്റെ ഇമാമാരാണ്? മൻ നബിയുക, നിന്റെ നബിയാരാണ്? വിശ്വാസിയാണെങ്കിൽ അതിന് കൃത്യമായ ഉത്തരം നൽകുമ്പോൾ അവിശ്വാസികളായ ആളുകൾക്ക് അതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്നില്ല. ആ സമയത്ത് അതാവ അൽബിസൂഹു മിനന്നാർ വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ. ഖബറിൽ ആ മനുഷ്യന് നരകത്തിൽ നിന്നുള്ള ഒരു ഡോറ് ഖബറിലേക്ക് തുറന്നു കൊടുക്കുന്നതാണ്. ഇത് ഖബർ ബർസഖിയായ ലോകത്ത് നടക്കാനിരിക്കുന്ന കാര്യമാണ്. സ്വഹീഹായ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇതൊരു ചൂട്. രണ്ടാമത്തെ ചൂട് എപ്പോഴാണ്? നമുക്കറിയാലോ, മഹ്ശറിൽ മനുഷ്യർ നിൽക്കുന്ന നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഫയകൂനുൻ നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അർഖി. നാളെ മഹ്ശറിൽ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ വിയർപ്പിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ്. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈഹി, കാലിന്റെ നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈഹി, കാൽമുട്ട് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈഹി, തന്റെ അര വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. വമിൻഹും മൻ യുൽജിമുഹുൽ അർഖു ഇൽജാമാ, തന്റെ കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവർ മഹ്ശറിലുണ്ട്. ഇതൊക്കെ എങ്ങനെയാ? ഈ വിയർപ്പ് എങ്ങനെ? ചുട്ടുപൊള്ളുന്ന സൂര്യൻ തലക്ക് മീതെയാണ്. അവിടെ മനുഷ്യന്റെ അമലിന്റെ അടിസ്ഥാനത്തിൽ, അമല് നല്ലവണ്ണം അമലുള്ളവർ വിയർപ്പിൽ നിന്ന് അതിനനുസരിച്ച് രക്ഷപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത് വരാനിരിക്കുന്ന ശക്തമായ ചൂട് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഖുൽ, പറഞ്ഞു കൊടുക്ക് നബിയേ, നാറു ജഹന്നം അശദ്ദു ഹർറാ, നരകത്തിന്റെ ചൂടില്ലേ അത് ഭയാനകമായ ചൂടാണ് ജനങ്ങളെ. ലൗകാനൂ യഫ്ഖഹൂൻ, അവരതിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് അല്ലാഹു അതാ റബ്ബ് ഖുർആനിലൂടെ പറയുന്നു. അപ്പൊ ഈ ചൂടൊക്കെ അനുഭവിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്തകളാണ്. ഈ ഓരോ ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇങ്ങനെ ഈ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഏത് കാലാവസ്ഥയും അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച എന്ത് സംവിധാനത്തെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ നിലയ്ക്ക് ചിന്തിക്കുക. നരകത്തിൽ നിന്ന് നിരന്തരമായി രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. അതോടൊപ്പം അള്ളാഹുവിന്റെ അനുഗ്രഹം, റഹ്മത്ത് വർഷിക്കാൻ നമ്മളൊക്കെ മനമുരുകി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കഷ്ടപ്പെടുന്ന മനുഷ്യരും ജീവജാലങ്ങളും ഉണ്ട് നമ്മുടെ പരിസരത്തിൽ. അവർക്ക് വേണ്ടി പരമാവധി നന്മ ചെയ്യാൻ ഈ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സൃഷ്ടിച്ചു വെച്ച അവന്റെ ഈ നിലക്കുള്ള സംവിധാനങ്ങളെ പഴി പറയാതെ അതിനെ ഗുണഫലമായ നിലക്ക് നമുക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ നിലക്ക് ചിന്തിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നല്ല നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
ഒന്നാമത്തെ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചു, ശക്തമായ ചൂടുണ്ടാകുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് നരകമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാളെ പരലോകത്ത് നമ്മുടെ തലക്ക് മീതെ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ അതിശക്തമായ താപമുണ്ടാകുമ്പോൾ 7 വിഭാഗം ആളുകൾക്ക് പരമകാരുണ്യകനായ റബ്ബ് തണലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 7 വിഭാഗത്തെ ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മൾ പെടുമോ എന്ന് ചിന്തിച്ചാൽ ഇന്നത്തെ ഖുത്ബ നമുക്ക് അവസാനിപ്പിക്കാം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. ഒരു തണലുമില്ലാത്ത ഭയാനകമായ പരലോകത്ത് മഹ്ശറിൽ 7 കൂട്ടം ആളുകൾക്ക് അല്ലാഹു അവന്റെ തണൽ വിരിച്ചു കൊടുക്കുമത്രേ. ആരാണ് ഒന്നാമത്തെ വിഭാഗം? വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി. തന്റെ രക്ഷിതാവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് യൗവന കാലഘട്ടത്തിൽ തന്നെ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് വളർന്ന യുവാവായ മനുഷ്യൻ, അയാൾക്ക് അല്ലാഹു പരലോകത്ത് തണലിട്ട് കൊടുക്കുമെന്നാണ്. അല്ലെ, പലരും നന്നാകാറുള്ളത് വാർദ്ധക്യത്തിലെത്തുമ്പോഴാണ്, അല്ലെങ്കിൽ തന്റേതായ ശക്തി മുഴുവനും ക്ഷയിക്കുമ്പോഴാണ്. പക്ഷേ യൗവനത്തിന്റെ ചുറുചുറുക്കുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും തെറ്റുകളും തോന്നിവാസങ്ങളും ഒന്നും ചെയ്യാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് റബ്ബിനെ ആരാധിച്ച് ക്ഷമയോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച യുവാവായ മനുഷ്യന് ആഖിറത്തിൽ തണലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. രണ്ടാമത്തെ വ്യക്തി ആരാണെന്നറിയുമോ? വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി. പള്ളിയുമായി തന്റെ ഹൃദയം എപ്പോഴും കണക്ട് ചെയ്യപ്പെട്ട മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ജമാഅത്തുകളിലേക്ക് ഇടതടവില്ലാതെ ആ മനുഷ്യൻ വരും. അയാൾക്കറിയാം എപ്പോഴാണ് ജമാഅത്തിന്റെ ടൈം. അയാൾക്ക് ജോലിയുണ്ട്, ഷോപ്പുണ്ട്, അയാൾക്ക് മറ്റു പല ബിസിനസ്സുമുണ്ട്, മറ്റു ഇടപാടുകളുണ്ട്. പക്ഷേ പള്ളിയിലാണ് ഹൃദയം. എപ്പോഴാണ് ജമാഅത്തിന്റെ സമയമെന്ന് അയാൾക്കറിയാം. ആ നേരമായാൽ മറ്റുള്ള ഇടപാടുകൾ മുഴുവനും അവസാനിപ്പിച്ച് പള്ളിയിൽ വന്ന് റബ്ബുമായി ഹൃദയം കണക്ട് ചെയ്യുന്ന മനുഷ്യനാണത്. അയാൾക്ക് തണലുണ്ട്, സംശയമില്ല. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വറജുലാനി തഹാബാ ഫില്ലാഹി ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി. 2 മനുഷ്യന്മാർ അല്ലാഹുവിന് വേണ്ടി അവർ പരസ്പരം സ്നേഹിച്ചു, റബ്ബിന്റെ മാർഗത്തിൽ അവർ സ്നേഹിച്ചു. വതഫറഖ അലൈഹി, അല്ലാഹുവിന് വേണ്ടി തന്നെയാണ് അവർ പിരിഞ്ഞത്. അതായത് മരണം വരെ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ച് ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് സ്നേഹത്തോടെ വെറുപ്പില്ലാതെ അസൂയയില്ലാതെ തന്റെ സഹോദരനെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞവന് അല്ലാഹു അവന്റെ തണലിട്ട് കൊടുക്കുമെന്നാണ്. അവിടുന്ന് പറയാണ് മറ്റൊരു വിഭാഗം ആരാണെന്നറിയോ? വറജുലുൻ തലബതു ഉംറഅത്തുൻ ദാതു മൻസബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു പെണ്ണ് തെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യനെ വിളിക്കുകയാണ്. വന്നോ, എല്ലാറ്റിനും അവസരമുണ്ടെന്ന് പറയുമ്പോഴും ദുനിയാവിന്റെ പളപളപ്പും അലങ്കാരികതയും മാടി മാടി വിളിക്കുമ്പോഴും ഇല്ല, ഞാനില്ല, ഇന്നി അഖാഫുല്ലാഹ്, എന്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ ആ തിന്മയ്ക്കില്ല, ഒരിക്കലും ഞാൻ അതിന് എനിക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയാനുള്ള അതിശക്തമായ ഈമാനിക കരുത്തുണ്ടല്ലോ, അവന് തണലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറജുലുൻ തസദ്ദഖ അഖ്ഫാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനു. ഒരു മനുഷ്യൻ ദാനം ചെയ്തു, പക്ഷേ അയാളുടെ വലത് കൈ കൊടുത്ത ദാനം ഇടത് കൈ പോലും അറിയാതെ, പൊങ്ങച്ചത്തിനോ അതല്ലെങ്കിൽ ആളുകൾ അറിയുന്നതിനോ ആളാകുന്നതിനോ മറ്റു ലക്ഷ്യങ്ങൾക്കോ ഒന്നുമല്ലാതെ വളരെ നിഗൂഢമായി ആരും അറിയാതെ റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്ത മനുഷ്യൻ. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ. ആരുമില്ലാതെ ഒറ്റക്കിരുന്നു കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴുന്ന മറ്റൊരു മനുഷ്യനും അല്ലാഹു അവന്റെ തണലിട്ട് കൊടുക്കും. ഈ 7 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗത്തിൽ നമ്മൾ പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ പരലോകത്ത് നമുക്കും തണല് കിട്ടുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുക. 7 വിഭാഗത്തെ കുറിച്ചും വിശദമായി പറയേണ്ടതാണ്. പക്ഷെ ഞാൻ സൂചിപ്പിച്ചതാണ്, നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു അവന്റെ ജന്നാത്തിൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എത്രയും വേഗം മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അവന്റെ അനുഗ്രഹമാകുന്ന മഴ വർഷിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.